സോഷ്യൽ മീഡിയയിലൂടെയാണ് ദിയ കൃഷ്ണയെ മലയാളികൾക്ക് പരിചയം. നടൻ കൃഷ്ണകുമാറിൻ്റെ 4ാമത്തെ മകളാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിനൊപ്പം തന്നെ മലയാളികൾക്ക് പരിചിതയാണ് ദിയ കൃഷ്ണ അടക്കമുള്ള 4 മക്കളും. അഹാന സിനിമകളിൽ സജീവമാണെങ്കിലും വ്ളോഗുകളും പരസ്യങ്ങളുമായി ആക്റ്റീവാണ്. അതുപോലെ തന്നെ മറ്റു സഹോദരങ്ങളായ ഹൻസികയും ഇഷാനിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. യൂട്യൂബ് ചാനലിലൂടെ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. ദിയ കൃഷ്ണയുടെ പോസ്റ്റുകളാണ് എന്നാൽ എപ്പോഴും വൈറലാകാറുള്ളതും ചർച്ചയാകാറുള്ളതും. തൻ്റെ സന്തോഷവും സങ്കടവുമെല്ലാം ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നിരവധി ഫോളോവേഴ്സാണ് ദിയ കൃഷ്ണയുടെ ഓസി ടോക്കീസ് എന്ന യൂട്യൂബ് ചാനലിൽ ഉള്ളത്. ദിയ എന്തു പങ്കുവച്ചാലും അതിലെ കണ്ടന്റുകൾ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ തൻ്റെ ബോയ് ഫ്രണ്ട് അശ്വിൻ ഗണേഷിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. അശ്വിൻ ദിയയ്ക്ക് നൽകിയ സർപ്രൈസ് റോസാപ്പൂക്കൾ വെച്ച് ഇരുവരും അശ്വിൻ്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് റോസ് സർബത്ത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. തനിക്ക് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. ഇന്ന് അശ്വിൻ തനിക്ക് ഒരു കൂട്ടം റോസാപ്പൂക്കൾ ഗിഫ്റ്റ് തന്നിരുന്നു. എന്നാൽ താൻ അത് നിരസിച്ചു എന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. ഈ പൂക്കൾ തൻ്റെ കയ്യിലിരുന്നാൽ ഉണങ്ങിപ്പോകും. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ അശ്വിൻ്റെ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു റോസ് സർബത്ത് അഥവാ മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാമെന്ന്. തനിക്ക് പാൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ റോസ് മിൽക്ക് ഇഷ്ടമല്ലെന്നും എന്നാൽ ഫോസ് ഫ്ലേവറും അതിൻ്റെ എസൻസും ഇഷ്ടമാണെന്ന് ദിയ കൃഷ്ണ പറയുന്നു. സാധാരണ വാങ്ങുന്നത് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്ന എസൻസാണ്. അതുകൊണ്ട് തന്നെ നന്നാറി സർബത്തും ഗ്രേപ്പ് സ്ക്വാഷും ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രേറ്റ് ഷെഫ് അവിടെ അകത്തുണ്ട്. അപ്പോൾ ഈ റോസ് പൂക്കൾ കൊണ്ട് ഷെഫിനെ കൊണ്ട് സർബത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുവെന്നും ദിയ പറയുന്നു. ഗിഫ്റ്റ് റിജക്റ്റ് ചെയ്തതിൽ സോറിയെന്നും സർബത്ത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാമെന്നും ദിയ പറയുന്നുണ്ട്. നാടൻ റോസ് പൂക്കൾ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പമുള്ള പണിയായതുകൊണ്ട് തന്നെ താൻ പൂക്കൾ പിച്ചിയെടുക്കുന്ന പണി ചെയ്യാമെന്ന് ദിയ പറയുന്നു. അശ്വിൻ്റെ ഗിഫ്റ്റ് താൻ നശിപ്പിച്ചുവെന്നും ദിയ പൂക്കളുടെ ഇതളുകൾ പിച്ചിക്കൊണ്ട് പറയുന്നുണ്ട്. തുടർന്ന് അശ്വിൻ്റെ അമ്മ സർബത്ത് ഉണ്ടാക്കി അത് ദിയക്ക് നൽകുന്നതും വ്ളോഗിൽ കാണാം. തുടർന്ന് മൊഹബത്ത് കാ ഷർബത്തും അവർ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തിടെയാണ് ദീർഘനാളായ സുഹൃത്ത് അശ്വിൻ ഗണേശുമായി ദിയ കൃഷ്ണ പ്രണയത്തിലാകുന്നത്. അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്തുവെന്നും അത് നിരസിക്കാൻ തനിക്ക് കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നു. അശ്വിൻ തന്നെ മനസ്സിലാക്കുന്ന വ്യക്തിയാണെന്നും ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു. ദിയ കൃഷ്ണയുടെ യാത്രകളിൽ കൂടെ അശ്വിനെ കാണാമായിരുന്നു. ദീർഘനാളത്തെ സൗഹൃദമാണ് ഇവർക്കിടയിൽ പ്രണയമായി വന്നത്. കഴിഞ്ഞ ദിവസം അശ്വിൻ്റെ പിറന്നാളിന് ദിയ സർപ്രൈസായി ഗിഫ്റ്റ് നൽകിയിരുന്നു.